എന്ത് പെട്ടെന്നാണ് ഓരോ വർഷങ്ങൾ കടന്നു പോകുന്നത് അല്ലേ? കഴിഞ്ഞ ന്യൂ ഇയർ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് ഓർമ്മ വരുന്നത്. അതേ ഒരു പുതിയ വർഷം കൂടി വരുന്നു. ഈ കഴിഞ്ഞു പോകുന്ന 2025 നിരവധി സ്മാർട്ട് ഫോണുകളാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 100ഓളം സ്മാർട്ട് ഫോണുകളെങ്കിലും ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിൽ വളരെ കുറച്ച് സ്മാർട്ട് ഫോണുകൾ മാത്രമേ നല്ലതുള്ളൂ. അതിൽ കൂടുതൽ സ്മാർട്ട് ഫോണുകളും അത്ര ബെറ്റർ ഒന്നും ആയിരുന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഗാലക്സി S25 എഡ്ജ് എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ ഒരു സ്ലിം ഫോൺ പുറത്തിറക്കിയിരുന്നു. ഏകദേശം 1,10,000 രൂപ പ്രൈസ് റേഞ്ചിൽ പുറത്തിറക്കിയ സ്മാർട്ട് ഫോൺ ഇപ്പോൾ 90,000 വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ iPhone 16e എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരുന്നു. 60,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോഴും ഈ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നത്. ഒരൊറ്റ ക്യാമറ ഈ പ്രൈസ് പോയിന്റിൽ ഉള്ളൂ എന്നുള്ളത് ഓർമ്മ വേണം. അതുപോലെ തന്നെ iPhone Air എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഈ വർഷം പുറത്തിറക്കിയിരുന്നു. അതിന്റെ വില നിലവിൽ 1,13,000 രൂപയാണ്. ഈ 1,13,000 രൂപയ്ക്ക് ലഭിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് മോണോ സ്പീക്കറുള്ള ഫോണാണ്. അതുപോലെ Nothing 3 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കി. ഫോൺ നല്ലതാണ്, നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ്. പക്ഷേ അതിന്റെ വില 80,000 രൂപയാണ്. ഇപ്പോഴും ഒരു രൂപ പോലും കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഒട്ടും വാല്യൂ ഫോർ മണി അല്ലാത്ത, ആ കൊടുക്കുന്ന പ്രൈസിന് അത്രയും ഇല്ലാത്തൊരു സ്മാർട്ട് ഫോൺ ആയിരുന്നു Nothing 3. ഇങ്ങനെ ഉദാഹരണം പറയുകയാണെങ്കിൽ നിരവധി മോശം സ്മാർട്ട് ഫോണുകൾ. ഇത് ഫോണുകൾ മോശം എന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും. ഇത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അതിനുള്ള റിട്ടേൺ നമുക്ക് ആ ഒരു ഫോണിലൂടെ ലഭിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള നിരവധി സ്മാർട്ട് ഫോണുകൾ ഇറങ്ങി. എന്നാൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വസൂലാകുന്ന തരത്തിലുള്ള നിരവധി സ്മാർട്ട് ഫോണുകളും ഇതേ വർഷം തന്നെ പുറത്തിറങ്ങി. അവ ഏതൊക്കെയെന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. 15,000 രൂപയിൽ താഴെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന മികച്ച സ്മാർട്ട് ഫോൺ ഏത് എന്ന് നോക്കാം. കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മൾ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ അവാർഡ് കൊടുത്ത സമയത്ത് നമ്മൾ അണ്ടർ 10,000 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലായിരുന്നു തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെ അണ്ടർ 10,000 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ തുടങ്ങാൻ സാധിക്കുന്നില്ല എന്നെ സംബന്ധിച്ച്. കാരണം ഇപ്പോൾ അണ്ടർ 10,000ലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അത്രയും എല്ലാം തികഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. എന്ത് തന്നെയായാലും നമ്മൾ അണ്ടർ 15 പ്രൈസ് റേഞ്ചിൽ തുടങ്ങാം. അണ്ടർ 15,000 ഇന്ന് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അണ്ടർ 15,000ലേക്ക് വരുന്ന കുറച്ച് നല്ല ഫോണുകൾ പറഞ്ഞിട്ട് അതിലെ ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ പറയാം. മോട്ടോയുടെ മോട്ടോ G7 പവർ, IQ C10X, വിവോ T4X, ഇൻഫിനിക്സ് നോട്ട് 50s, റിയൽമി P3 തുടങ്ങിയ സ്മാർട്ട് ഫോണുകളാണ് നിലവിൽ നമുക്ക് അണ്ടർ 15,000 ലഭിക്കുന്ന മികച്ച സ്മാർട്ട് ഫോണുകൾ. അതിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മികച്ച അണ്ടർ 15,000 സ്മാർട്ട് ഫോൺ, ബെസ്റ്റ് സ്മാർട്ട് ഫോൺ അണ്ടർ 15, റിയൽമി P3 എന്ന സ്മാർട്ട് ഫോണാണ്. AMOLED ഡിസ്പ്ലേ, സ്റ്റീരിയോ സ്പീക്കർ, 120 Hz റിഫ്രഷ് റേറ്റ്, സ്നാപ്ഡ്രാഗൺ 6 Gen 4 പ്രോസസർ, ഏകദേശം 8 ലക്ഷത്തിന് അടുത്തുള്ള ANTUTU സ്കോർ, ബാക്കിൽ 50 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറ, 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 6000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ ആയിട്ട് വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന് 1-2 കുറവുകളുണ്ട്. അതായത് ഇതിനകത്ത് NFC സപ്പോർട്ട് ഇല്ല, ബ്ലോട്ട് വേസുകൾ കുറച്ചുണ്ട്, അതുപോലെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഫോണിന്റെ കുറവ്. ബാക്കി ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് സ്മാർട്ട് ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിയൽമി P3 ആ പ്രൈസ് പോയിന്റിൽ മികച്ച പെർഫോമൻസ്, മികച്ച ക്യാമറ, മികച്ച ഡിസ്പ്ലേ ഒക്കെ നൽകുന്ന, മികച്ച ബാറ്ററി ഒക്കെ നൽകുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഈ പറയുന്ന 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമി P3. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയതൊന്ന് കൂട്ടിച്ചേർക്കട്ടെ. അതായത് ഇന്ന് ഈ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ കാറ്റഗറിയിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫോണുകൾ അതെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആയിരിക്കും എന്ന് പറയട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡോ സ്മാർട്ട് ഫോൺ ഒരുപക്ഷെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല ചിലപ്പോൾ. അപ്പോൾ അടുത്തത് 20,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന മികച്ച സ്മാർട്ട് ഫോൺ ഏത് എന്നാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് CMF ഫോൺ 2 Pro, Oppo K13, റിയൽമി P3 Pro, റിയൽമി P4, സാംസങ്ങിന്റെ ഗാലക്സി M56 തുടങ്ങിയ മോഡലുകൾ ലഭ്യമാണ് ഒരുവിധം നല്ല ഫോണുകളായിട്ട്. ഇതിനകത്ത് ഞാൻ തിരഞ്ഞെടുക്കുന്ന ബെസ്റ്റ് അണ്ടർ 20,000 സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഞാൻ റിയൽമി P3 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ 2 പ്രൈസ് റേഞ്ചിലും റിയൽമി എന്ന് പറയുന്ന ഫോൺ വന്നു. നിങ്ങൾ റിയൽമി പൈസ തന്നിട്ടാന്നൊക്കെ പറയുന്നവരുണ്ടാകും. പക്ഷേ അതൊന്നും അല്ല കാര്യം. ഈ പറയുന്ന ഫോണുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പേഴ്സണലി, ഇവിടെ നമ്മളുടെ എഡിറ്റേഴ്സിനൊക്കെ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്മാർട്ട് ഫോണാണ് റിയൽമി P3 Pro. ഇതിൻ്റെ ക്യാമറ, ഡിസ്പ്ലേ, ഡിസൈൻ എല്ലാം കൊണ്ടും നല്ല ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ബെറ്ററാണ്. ഈ ഒരു ഫോണിനും ചെറിയ കുറവുകളുണ്ട്. കുറവുകളില്ലാത്ത ഫോണുകൾ ഇല്ല എന്നാണ് നമുക്കറിയാം. NFC ഇല്ല, ബ്ലോട്ട് വേസുകളുണ്ട്, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എന്നിവ ഇല്ല എന്നതാണ് റിയൽമി P3 Proയുടെയും കുറവ്. അടുത്തായിട്ട് 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റിയ മികച്ച സ്മാർട്ട് ഫോൺ. ആദ്യം ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് സ്മാർട്ട് ഫോണുകൾ കൂടി, ബെസ്റ്റ് ആയിട്ടുള്ള മറ്റ് സ്മാർട്ട് ഫോണുകളെല്ലാം ഒന്ന് നോക്കാം. റിയൽമിയുടെ 14 Pro പ്ലസ്, നോഡ് C5 5G എന്ന് പറയുന്ന OnePlusന്റെ ഫോൺ, റിയൽമിയുടെ തന്നെ P3 Ultra എന്ന സ്മാർട്ട് ഫോൺ, നത്തിങ് ഫോൺ 3A എന്ന ഫോൺ. ഇതിനകത്ത് ഏറ്റവും മികച്ച ബെസ്റ്റ് അണ്ടർ 25,000 എന്ന കാറ്റഗറിയിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നത്തിങ് 3A എന്ന സ്മാർട്ട് ഫോണാണ്. വേറിട്ട യുണീക്ക് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ഡിസൈനും ഒക്കെ ആയിട്ട്
വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ സോഫ്റ്റ്വെയർ ആണ്. ക്ലീൻ യൂസർ ഇന്റർഫേസ് ആണ്, യാതൊരുവിധ ബ്ലോട്ട്വേഴ്സുകളൊന്നുമില്ല. പിന്നെ ക്യാമറ ബെറ്റർ ആണ്, ഡിസ്പ്ലേ ബെറ്റർ ആണ്, പെർഫോമൻസ് ഓക്കെ ആണ്. എന്തായാലും ഈ പ്രൈസ് റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ ആയിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് നത്തിങ് 3A. ഈ ഫോണിന് മുണ്ട് കുറവ്, അതായത് പെർഫോമൻസിൽ ഇത് ഈ പ്രൈസ് പോയിന്റിൽ ഇതിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോൾ അത് അത്ര ബെറ്റർ അല്ല എന്നുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ ചാർജർ ബോക്സിലില്ല എന്നുള്ളതും ഒരു കുറവായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ പ്രൈസ് പോയിന്റിൽ ഈ ഫോണിനെ ബീറ്റ് ചെയ്യാൻ മറ്റു ഫോണുകൾ കുറവാണ് എന്നതാണ് സത്യം. അടുത്തായിട്ട് 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ. ആദ്യം ഈ പ്രൈസ് കാറ്റഗറിയിൽ വരുന്ന കുറച്ച് നല്ല ഫോണുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OnePlusന്റെ Nord 5, അതുപോലെ IQ Neo 10R, സാംസങ് ഗാലക്സി S24 FE, മോട്ടോ എഡ്ജ് 60 Pro എന്നീ 4 ഫോണുകളാണ് ഈ ഒരു ബെസ്റ്റ് അണ്ടർ 30,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന നല്ല ഫോണുകൾ. അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ അണ്ടർ 30,000 എന്ന കാറ്റഗറിയിൽ തിരഞ്ഞെടുക്കുന്നത് OnePlusന്റെ Nord 5 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഈ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന പല ഫോണുകൾ എൻ്റെ ഗൂഗിൾ ID ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലെടുക്കുന്ന ഫോട്ടോസ് എല്ലാം എൻ്റെ ഗൂഗിൾ ഫോട്ടോസിനകത്ത് ഇങ്ങനെ വരും. പല ഫോണിലെടുത്ത ഫോട്ടോകളെല്ലാം അക്യുമുലേറ്റ് ചെയ്ത് കാണും. ഞാൻ പലപ്പോഴും ഇരുന്ന് ഇങ്ങനെ പഴയ ഫോട്ടോസ് ഗൂഗിൾ ഫോട്ടോസ് നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് കുറേ ഫോട്ടോകൾ കാണാൻ നല്ല ഭംഗിയുള്ള ഫോട്ടോകൾ കണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കി ഏത് ഫോണിലെടുത്താണെന്ന്. നോക്കിയപ്പോഴാണ് അറിയുന്നത് അത് OnePlus Nord 5 എന്ന ഫോണിലെടുത്ത ഫോട്ടോകളായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ക്യാമറ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ മികച്ച ബാറ്ററി ലൈഫാണ്. അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡ് Oxygen OS നല്ല ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ട്. ഓവറോൾ നല്ലൊരു സ്മാർട്ട് ഫോണാണ് ഈ പ്രൈസ് റേഞ്ചിൽ OnePlus Nord 5. അടുത്തായിട്ട് 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ വാങ്ങാൻ സാധിക്കുന്ന സ്മാർട്ട് ഫോൺ, ബെസ്റ്റ് സ്മാർട്ട് ഫോൺ. ആദ്യം ഈ പ്രൈസ് പോയിന്റിൽ കിട്ടാവുന്ന ഒരുവിധം മികച്ച ഫോണുകൾ ഏതൊക്കെയെന്ന് നോക്കാം, എന്നിട്ട് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഏതെന്ന് പറയാം. വിവോയുടെ T4 Ultra, ഒപ്പോയുടെ തന്നെ Oppo K13 Turbo Pro, അതുപോലെ OnePlusന്റെ OnePlus 13R, റിയൽമിയുടെ GT7T, ഒപ്പോയുടെ Reno 14 തുടങ്ങിയ സ്മാർട്ട് ഫോണുകളാണ് അണ്ടർ 40,000 നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന മികച്ച സ്മാർട്ട് ഫോണുകൾ. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോണായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ അണ്ടർ 40,000 പ്രൈസ് റേഞ്ച് OnePlus 13R. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണാണ് 40,000 പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇന്ന് വാങ്ങാൻ പറ്റിയ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ. ഇതാണ് OnePlus 13R. ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്, OnePlus 13Rന്റെ പിൻഗാമിയായിട്ട് OnePlus 15R 2025 തന്നെ പുറത്തിറങ്ങി. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു OnePlus 13Rന്റെ ആ പ്രൈസ് പെർഫോമൻസ് റേഷ്യോ പോലെ ബെറ്റർ ആയിട്ടില്ല ഈ ഒരു 15R എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം നമുക്ക് 13Rൽ ടെലിഫോട്ടോ ക്യാമറ വരെ നൽകിയിട്ടുണ്ട്. നോക്കി ഈ ഒരു 15Rലേക്ക് വന്നപ്പോൾ ബാക്കിൽ 2 ക്യാമറയുള്ളൂ, എന്നിട്ട് ഇതിൻ്റെ പ്രൈസും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്മാർട്ട് ഫോണുകളെല്ലാം പ്രൈസ് പുതിയ ജനറേഷനിൽ ഞാൻ തുടക്കം പറഞ്ഞ പോലെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും കഴിഞ്ഞ ജനറേഷൻ ഫോണുകൾക്കും പ്രൈസ് കൂടുന്നുണ്ട് ഇപ്പോൾ എന്ന് വേണം പറയാൻ. ഈ ഒരു 13R വന്നിട്ട് 39,999 രൂപയ്ക്ക് ലോഞ്ച് ആയതാണ്. ഇപ്പോൾ അത് 41,999 രൂപയ്ക്കാണ് സെല് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് ഏകദേശം 2,000 രൂപയോളം ഈ ഒരു ഫോണിന് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. എന്നിരുന്നാലും 40,000 പ്രൈസ് റേഞ്ചിൽ നമുക്ക് നിലവിൽ വാങ്ങാൻ പറ്റിയ മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ് OnePlus 13R. അപ്പോൾ OnePlus എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഫോണിനകത്ത് ലൈൻ ഇഷ്യൂ ഒക്കെ വന്നാൽ എന്തെന്ന്. അങ്ങനെ ലൈൻ ഇഷ്യൂ പലതും OnePlus ബ്രാൻഡുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അവർ ലൈഫ് ടൈം വാറണ്ടി ഈ ഒരു ലൈൻ ഇഷ്യൂവിന് തരുന്നതെന്ന് നിങ്ങൾക്കും അറിയാം. അടുത്തായിട്ട് ബെസ്റ്റ് ഫ്ലിപ്പ് ഫോണാണ്. ഞാൻ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഫ്ലിപ്പ് ഫോണായിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത് സാംസങ്ങിന്റെ C Flip 7 എന്ന് പറയുന്നത് ഈ ഒരു ഫോണാണ്. 2025 എൻ്റെ സിം കാർഡ് പല ഫോണുകളിലായി ഓടിക്കളിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ ആ ഒരു സിം കാർഡ് റെസ്റ്റ് ചെയ്ത ഫോൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിനൊരൊറ്റ ഉത്തരമാണ് സാംസങ് C Flip 7 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ബെസ്റ്റ് ഇംപ്രൂവ്ഡ് സ്മാർട്ട് ഫോൺ ഓഫ് ദ ഇയർ ആണ്. അതായത് കഴിഞ്ഞ ജനറേഷനിൽ നിന്നും പുതിയ ജനറേഷനിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്മെന്റ് വന്ന സ്മാർട്ട് ഫോൺ, ദ ബെസ്റ്റ് ഇംപ്രൂവ്ഡ് സ്മാർട്ട് ഫോൺ ഓഫ് ദ ഇയർ iPhone 17. നമുക്കറിയാം iPhone 16 വരെ നമ്മളെല്ലാവരും ഐഫോണിനെ കളിയാക്കിക്കൊണ്ടിരുന്നത് ഇത്രയും പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴും 60 Hz റിഫ്രഷ് റേറ്റേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നെങ്കിൽ 17ലേക്ക് വന്നപ്പോൾ അത് 120 Hz റിഫ്രഷ് റേറ്റും ഒക്കെ ആയിട്ട് മാറി, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തു, ഡിസ്പ്ലേ സൈസ് കൂടി. എനിക്ക് തോന്നുന്നു 2025 ഇറങ്ങിയ ഏറ്റവും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതൽ എന്ന് പറയാവുന്ന ഫോൺ എന്ന് പറയുന്നത് iPhone 17 തന്നെയാണ്. അത് അവരുടെ സെയിലിലും അത് കാണാൻ സാധിച്ചു. റെക്കോർഡ് സെയിലാണ് iPhone 17ന്റെ കേസിൽ വന്നത്. പലപ്പോഴും ചില സ്പെസിഫിക് കളറൊക്കെ പല ഇടങ്ങളിലും കിട്ടാനില്ലാതെ പോലുമായി. ആ ഒരു സെയില് ആപ്പിൾ കണ്ടതുകൊണ്ട് തന്നെ ഏകദേശം 82,000 രൂപ പ്രൈസ് റേഞ്ചിൽ പുറത്തിറങ്ങിയ ഈ ഒരു ഫോൺ ഇപ്പോൾ വില കൂടി. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ പ്രൈസ് കൂടി. ഇപ്പോൾ 7,000 രൂപയോളം കൂടി, ഇപ്പോൾ 89,000 രൂപയിലേക്ക് മാറി. ആ പ്രൈസ് റേഞ്ച് ആയാൽ പോലും iPhone 17 ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്ന് വേണം പറയാൻ. അടുത്തായിട്ട് ബെസ്റ്റ് ഫോൾഡബിൾ സ്മാർട്ട് ഫോണാണ്. ഏകദേശം 2 ഫോൾഡബിൾ സ്മാർട്ട് ഫോണേ 2025 ഇന്ത്യയിൽ വന്നിട്ടുള്ളൂ. ഒന്നെന്ന് പറയുന്നത് സാംസങ്ങിന്റെ C Fold 7ഉം വിവോയുടെ ഭാഗത്തു നിന്നുള്ള വിവോ X Fold 5ഉമാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ് C Fold 7 തന്നെയാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞാൽ C Fold 6നകത്തൊക്കെ S Pen സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ S Pen സപ്പോർട്ടൊക്കെ എടുത്ത് കളയുകയാണ് C Fold 7ലെങ്കിലും അതിന്റെ ഒരു ഡിസൈൻ ബേസ് മെക്കാനിക്കലി അവർ കൃത്യമായിട്ട് അതിനെ ഫൈൻ ട്യൂൺ ചെയ്തിരിക്കുന്നു C Fold 7 എന്ന് വേണം പറയാൻ. വളരെ കോമ്പാക്റ്റ് ആക്കി,
വളരെ സ്ലിം ആക്കി അത് ഫോൾഡ് ചെയ്ത് വെച്ചാൽ പോലും ഒരു സാധാരണ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ക്യാൻഡി ബാർ സ്മാർട്ട് ഫോണിൻ്റെ സൈസിലേക്ക് മാത്രം എത്തുന്ന രീതിയിൽ അത്രയും തിന്നാക്കി ഒരു മികച്ച രീതിയിൽ C Fold 7 സാംസങ് പുറത്തിറക്കി. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ സാംസങ് C Fold 7. അടുത്തതായിട്ട് ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോണാണ്. എനിക്ക് തോന്നുന്നു പലരും അറിയാൻ കാത്തിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ഇതായിരിക്കും. ഇതിൻ്റെ ആൻസർ പലർക്കും അറിയാമായിരിക്കും. പക്ഷേ ഞാൻ ഈ ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോണിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ആണ്. ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഫോർ ഫോട്ടോഗ്രാഫിയും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഫോർ വീഡിയോഗ്രാഫി ആയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം മികച്ച ഫോട്ടോകൾ നൽകുന്ന പല സ്മാർട്ട് ഫോണും മികച്ച വീഡിയോ നൽകുന്നില്ല, മികച്ച വീഡിയോ നൽകുന്ന പല സ്മാർട്ട് ഫോണും മികച്ച ഫോട്ടോസ് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ ചേർത്തൊരെണ്ണം പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു ഫോട്ടോയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ, വീഡിയോയ്ക്ക് ബെറ്റർ ആയിട്ടുള്ള വേറെ സ്മാർട്ട് ഫോൺ എന്ന രീതിയിലായിരിക്കും പറയുന്നത് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഫോർ ഫോട്ടോഗ്രാഫി ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ Vivo X300 Pro എന്ന സ്മാർട്ട് ഫോണാണ്. ഫസ്റ്റ് ഡേ സെയിലിൽ തന്നെ കേരളത്തിൽ തന്നെ പല ഷോപ്പുകളിലും നിരവധി യൂണിറ്റുകളാണ്, 1000-ലധികം യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞതെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞതാണ്. ഒരുപാട് മലയാളികൾ കാത്തിരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് Vivo X300 Pro. അത് വാങ്ങിയവരെല്ലാം സാറ്റിസ്ഫൈഡ് ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു ധാരണ. എന്തായാലും ബെസ്റ്റ് ഫോട്ടോഗ്രാഫി അത് Vivo X300 Pro തന്നെയാണ്. അടുത്തതായിട്ട് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഫോർ വീഡിയോഗ്രാഫി അത് iPhone 17 Pro എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഏതാണ്ട് iPhone 12th ജനറേഷൻ മുതൽ iPhone യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും ഇറങ്ങുന്ന ഫോണുകൾ വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഐഫോണിൻ്റെ ആ ഒരു വീഡിയോ ക്വാളിറ്റിയോടൊപ്പം എത്താൻ ഇതുവരെ മറ്റൊരു ആൻഡ്രോയിഡ് ഫോണും എത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ഇതിലെടുക്കുന്ന വീഡിയോകൾ പലപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഒരു DSLR ലൈക്ക് വീഡിയോയുടെ ഒരു ക്വാളിറ്റിക്ക് അടുത്ത്, ഫുള്ളെന്ന് ഞാൻ പറഞ്ഞാൽ അതിനോട് അടുത്ത് എത്തുന്നുണ്ട് പലപ്പോഴും ഈ ഒരു ഐഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റി. പക്ഷേ ആൻഡ്രോയിഡ് ഫോണുകൾ ഒരിക്കലും ഒരു ഫോണുകളും അത്രയും മികച്ച ഒരു വീഡിയോ ക്വാളിറ്റി ഐഫോണിൻ്റെ പോലെ തരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ Vivo X300 Proയുടെയൊക്കെ വീഡിയോ നല്ലതാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ ഐഫോണിൻ്റെ അടുത്ത് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അടുത്തതായിട്ട് ഈ വർഷം ഇറങ്ങിയ ബെസ്റ്റ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ എന്ന ഗണത്തിൽ ഞാനൊരു സ്മാർട്ട് ഫോൺ തിരഞ്ഞെടുക്കും. ഒരു പക്ഷേ ചിലർക്കെങ്കിലും അതൊന്ന് നെറ്റി ചുളിക്കാനുള്ളൊരു കാരണമാകാൻ സാധ്യതയുണ്ട്. ഞാനത് തിരഞ്ഞെടുക്കുന്നത് OnePlus 13 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. നിലവിൽ നമുക്ക് ആൻഡ്രോയിഡ് കാറ്റഗറിയിൽ ലഭിക്കാവുന്ന മികച്ച സ്മാർട്ട് ഫോൺ, എസ്പെഷ്യലി കൊടുക്കുന്ന പൈസയ്ക്ക് മുതൽക്കൂട്ട് 59,999 രൂപയ്ക്ക് നമുക്ക് OnePlus 13 ലഭിക്കുന്നു. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫീച്ചറോടുകൂടി ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസും നല്ല ക്യാമറയും നല്ല ബാറ്ററി ലൈഫും നല്ല സോഫ്റ്റ്വെയറും എല്ലാം ചേർന്നുകൊണ്ട് ഒരു മികച്ച കോംബോ ആൻഡ്രോയിഡ് ഗണത്തിൽ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണായിട്ട് അതുകൊണ്ട് തന്നെ OnePlus 13 ഞാൻ തിരഞ്ഞെടുക്കും. നേരത്തെ 13R-ൻ്റെയും 15R-ൻ്റെയും കേസ് പറഞ്ഞതുപോലെ ഇവിടെ OnePlus 13-ൻ്റെയും നെക്സ്റ്റ് ജനറേഷൻ OnePlus 15-ഉം എടുത്തു കഴിഞ്ഞാൽ പോലും എനിക്ക് OnePlus 13 ആണ് ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ 15-ൻ്റെ വീഡിയോയിൽ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു 15-ൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 72,000 ഒക്കെയാണ്. എന്നാൽ 13-ൻ്റെ വില ഇപ്പോഴും 60,000 രൂപയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രൈസ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും 13 തന്നെയാണ് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വർഷത്തെ ഏറ്റവും മികച്ച ആൻഡ്രോയിഡ് ഫോണായിട്ട് OnePlus 13 തിരഞ്ഞെടുത്തത്. ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നും, OnePlus 13-ഉം അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള OnePlus 15-ഉം ഒരേ വർഷമോ? അതെ, 2025-ൽ തന്നെയാണ് ഈ രണ്ട് ഫോണുകളും ലോഞ്ച് ആയിരിക്കുന്നത്. അടുത്തതായിട്ട് ഈ വർഷം ഇറങ്ങിയ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ എന്ന് എനിക്ക് തോന്നിയത് എന്നുള്ളത് ബ്രാക്കറ്റിലിടണം. കാരണം പലർക്കും പല തോന്നലുകളാണല്ലോ, പല ടേസ്റ്റാണ്, പല ഇഷ്ടങ്ങളാണ്. അപ്പോൾ നിരവധി സ്മാർട്ട് ഫോണുകൾ ഞാൻ പറഞ്ഞില്ലേ, ഈ 100ഓളം സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതിൽ തന്നെ ഒരു 75% ഫോണുകളും നമുക്കിവിടെ റിവ്യൂ ചെയ്തു, വാങ്ങിയും ബ്രാൻഡ് അയച്ചു തന്ന രീതിയിൽ. അപ്പോൾ ഇതിനകത്ത് പല ഫോണുകളും ഞാൻ സിം കാർഡ് ഇട്ട്, എനിക്ക് പണ്ട് തൊട്ടേ ഈ ഫോണുകളോട് ഒരു വല്ലാത്ത ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയും ഓരോ പുതിയ ഫോണുകൾ വരുമ്പോഴും അത് ഉപയോഗിക്കാൻ വല്ലാത്തൊരു കൊതി അല്ലെങ്കിൽ ഒരു ആക്രാന്തം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയും ഈ ഇറങ്ങിയ പല ഫോണുകളും ഞാൻ കാര്യമായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് പേഴ്സണലി ഈ വർഷം ഏറ്റവും മികച്ച രീതിയിൽ ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഓഫ് ദ ഇയർ. യെസ്, ഇത് ഒരുപക്ഷെ കോൺട്രവേഴ്സിൽ ആവാം, iPhone 17 Pro. ഈ ഫോണിനോടൊപ്പം വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് നിർത്താൻ പറ്റുന്ന മറ്റ് ചില ഫോണുകൾ എന്ന് പറയുന്നത് സാംസങ് S25 Ultra, അതുപോലെ Vivo X300 Pro, OnePlus 13, Oppo Find X9 Pro തുടങ്ങിയ ഫോണുകൾ ഈ ഗണത്തിൽ നമുക്ക് പെടുത്താമെങ്കിലും ഞാൻ അതിൽ നിന്ന് ബെസ്റ്റായിട്ട് സെലക്ട് ചെയ്യുന്നത് ഈ ഒരു iPhone 17 Pro ആണ്. ഈ ഫോണിന് സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് ചില പ്രശ്നങ്ങൾ, ചില ഗ്ലിച്ചുകൾ അവിടെ ഇവിടെ പലർക്കും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ബെസ്റ്റ് സ്മാർട്ട് ഫോണാണ്. ഒന്നാമത് ഇതിൻ്റെ ഡിസൈൻ വളരെ കോമ്പാക്റ്റ് ആണ്, കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സുഖമുള്ള ഫോണാണ്. അതുപോലെ ക്യാമറ ഒന്നും പറയാനില്ല, ബെറ്റർ ക്യാമറ. അതുപോലെ ഇതിൻ്റെ iOS സോഫ്റ്റ്വെയർ ബെറ്റർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്, ബെറ്റർ ഡിസ്പ്ലേ, ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഈ ഒരു ഫോൺ. നിങ്ങൾ ഐഫോൺ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടുള്ള ഒരാൾക്ക് എൻ്റെ ഈ ഒരു തിരഞ്ഞെടുപ്പ് ഒരിക്കലും തെറ്റായി പോയി എന്ന് തോന്നുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആൻഡ്രോയിഡ് മാത്രം ഉപയോഗിച്ചൊരു ഒരുപക്ഷെ പറയും സാംസങ്ങിൻ്റെ S25 Ultra ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ Vivo X300 Pro ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരുപക്ഷെ പറയും. പക്ഷേ ഐഫോൺ, ഏതെങ്കിലും ഒരു സീരീസിൽ ഐഫോൺ ഉപയോഗിച്ച ഒരാളെങ്കിലും എൻ്റെ
എൻ്റെ ഈ ഒരു തിരഞ്ഞെടുപ്പ് ശരിയാണെന്ന് പറയും. അപ്പോൾ ഐഫോൺ 17 Pro ആണ് ഈ വർഷത്തെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോണായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണായിട്ട് തോന്നിയത് ഏത് ഒന്നറിയാനൊരു ആഗ്രഹമുണ്ട്. ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഇനിയൊരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നെങ്കിൽ അത് ഏതായിരിക്കും ഒന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് നിങ്ങളുടെ എല്ലാം കമൻറ്റ് വരുമ്പോൾ അതിൽ നിന്ന് എല്ലാവരുടെയും ഒരു ട്രെൻഡ് ബാക്കിയുള്ളവർ കൂടി മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുപോലെ ഓർക്കുക, ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു, ഈ പുതുതായിട്ട് വരുന്ന പല സ്മാർട്ട് ഫോണുകളുടെയും പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് മുൻ ജനറേഷനെ അപേക്ഷിച്ച്. ഇപ്പോഴും ഈ പഴയ ജനറേഷനിലുള്ള അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ജനറേഷനിലുള്ള ഫോണുകൾ ഇപ്പോഴും പഴയ പടക്കുതിരകളായിട്ട് തന്നെ നിൽക്കുകയാണ്. പുതിയ ഫോൺ വാങ്ങുമ്പോൾ ആ ഒരു പഴയ ജനറേഷനെ കൺസിഡർ ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ പുതിയ ജനറേഷൻ ഫോണുകൾ ഭയങ്കരമായിട്ടുള്ളൊരു പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു മികച്ച, വളരെ സന്തോഷം നൽകുന്ന, സമാധാനം നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ സേഫ്. ബൈ.